അമൃതാനന്ദമയ്യെ മന്ത്രി സജി ചെറിയാൻ ആലിംഗനം ചെയ്തതും വേദിയിലെ പ്രസംഗവുമെല്ലാം കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളാണ് ആദ്യം ചർച്ച ചെയ്തു തുടങ്ങിയത്. NSSും SNDPയും ഉൾപ്പെടെയുള്ള മതസാമുദായിക സംഘടനകളോടുള്ള CPIMന്റെ നിലപാട് മാറ്റത്തെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിലെ CPIM ഇപ്പോൾ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ ആശങ്കപ്പെടുന്ന എന്തിനാ? അത് അവരുടെ തീരുമാനം, അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം. ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം. അതിൽ എന്ത് തെറ്റുള്ളത്? അവരെടുത്തോട്ടെ. അത് ഞങ്ങളെ ബാധിക്കുന്ന എങ്ങനെ? ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല, ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം CPMനില്ല. കേരളത്തിലെ CPM എന്ന് പറയുന്ന ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ജാതിക്കാരുടെയും മതത്തിന്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത്? ഞങ്ങൾ പോവില്ല. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, CPIM ഇപ്പോൾ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നുവെന്നാണ് VD സതീശൻ പറയുന്നത്. അതിൽ CPIMന്റെ ഈ നിലപാട് മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുമായിരിക്കുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് അമൃതാനന്ദമയി വിഷയത്തിലൊന്നും ഒരു പ്രതികരണവും കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തി കണ്ടില്ല. നമുക്കറിയാം, ആ ചടങ്ങിൽ ഉമാ തോമസും CR മഹേഷും ഒക്കെ ആ വേദി പങ്കിടുന്നുണ്ട്. അവരെല്ലാവരും അമൃതാനന്ദമയ്യെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ VD സതീശൻ ഇന്ന് പ്രതികരിച്ചിട്ടുള്ള ഈ പ്രതികരണത്തിൽ അതിൽ എന്തെല്ലാം ഉണ്ട്? CPIMനെതിരെ പ്രതിപക്ഷം ഏത് രീതിയിലാണ് ഈ വിഷയങ്ങളെ ആഞ്ഞടിക്കുന്നത്? റോഷ്നി, കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാണുന്ന LDFന്റെയും പ്രത്യേകിച്ച് CPMന്റെയും നിലപാട് മാറ്റം, ഭൂരിപക്ഷ പ്രീണനത്തിലേക്കുള്ള മാറ്റത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അമൃതാനന്ദമയി വിഷയത്തെയും UDFും കോൺഗ്രസും കാണുന്നത്. അത്തരത്തിൽ അമൃതാനന്ദമയ്യെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രത്യേകിച്ച് നിലപാട് പറയാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരത്തിൽ NSSനെയും അതോടൊപ്പം തന്നെ SNDPയും ശബരിമല വിശ്വാസികളെയും ഒക്കെ തന്നെ തിരിച്ചുപിടിക്കാനുള്ള LDFന്റെ ശ്രമങ്ങളുടെ തുടർച്ച എന്ന് തന്നെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. മാത്രമല്ല, അതിനെ ഈ നിലപാട് മാറ്റത്തെ പരിഹസിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മറ്റു മതങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന നേതാക്കൾക്കൊപ്പം പിണറായി വന്നിരിക്കുന്നു. അത്തരത്തിൽ ഇരിക്കുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. യോഗി ആദിത്യനാഥും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വലിയ സൗഹൃദത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ ഒരു പരിണിത ഫലം എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ യോഗി ആദിത്യനാഥിന്റെ ഈ ആശംസാ സന്ദേശം വായിക്കുന്ന വേദിയിൽ ഇരിക്കുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും സമാനമായ പ്രതികരണങ്ങളാണ് നടത്തിവരുന്നത്. ഒരു ഭാഗത്ത് ഈ കൈവിട്ടു പോകും എന്ന ആശങ്കയുള്ള NSSന്റെയും SNDPയുടെയും മറ്റ് വിശ്വാസികളുടെയും ഒക്കെ തന്നെ ഭൂരിപക്ഷ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ LDFന്റെയും CPMന്റെയും നിലപാട് മാറ്റത്തെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുമുണ്ട് കോൺഗ്രസ് നേതാക്കൾ. മാത്രവുമല്ല, കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിലും വലിയ തോതിലുള്ള പരിഹാസമാണ് ചൊരിയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അമൃതാനന്ദമയിയുടെ അടുത്തു പോകുന്നു, അവിടെ മന്ത്രിമാർ ആദരിക്കുന്നു, അമൃതാനന്ദമയെ കെട്ടിപ്പിടിക്കുന്നു. ഇതിനൊക്കെ തന്നെ വലിയ വിമർശനത്തോടു കൂടിയാണ് UDFന്റെ സൈബർ ഹാൻഡിലുകളും കാണുന്നത്. അതോടൊപ്പം തന്നെ NSSുമായി വീണ്ടും ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കം. SNDP വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പിണറായി വിജയന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തിരുന്ന CPM ഇപ്പോൾ ആ നിലപാട് മാറ്റിക്കൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിനെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഹാൻഡിലുകളും രംഗത്തു വരുന്നത്. എന്തായാലും LDFന്റെ നിലപാടിനെ CPMന്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് കോൺഗ്രസും UDFും.